നിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിമനോഹരമായിട്ടിട്ടേക്കുക. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ലൈവായിട്ട് ചെയ്തു കൊടുക്കും. അതെ അതെ. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഇന്ന് നമ്മുടെ യാത്രയെന്ന് പറയുന്നത് അഷ്ടമുടി കായലിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കോടി എന്നൊരു ഫാമിലി റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ നാടൻ കള്ളും രുചിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുക. റെസ്റ്റോറൻറ്റും ആൻഡ് കള്ളി ഷാപ്പിലോട്ട് യാത്ര ചെയ്യുക. നല്ല രസമാണ്ടില്ലേ, നമ്മളെല്ലാം കാണുന്നുണ്ട്. നല്ല ആ ബോട്ട് പോകുന്നുണ്ട്. ബോട്ടുകളും വള്ളങ്ങളും പിന്നെ നമ്മുടെ അഷ്ടമുടി കായലിൽ മത്സ്യബന്ധനവും ഒക്കെ ഉണ്ട്. നല്ലൊരു കാഴ്ച. ഒരു ദിവസത്തേക്ക് നമുക്ക് അടിപൊളി ട്രിപ്പായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സ്ഥലം എത്താറായിരിക്കുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അതിമനോഹരമായിട്ട് ചെയ്തവര് കണ്ടില്ലാണ്ട എൻട്രൻസിൽ നമ്മളെത്തി. നമ്മുടെ സാമ്പ്രാണിക്കോടി റെസ്റ്റോറന്റ് ആൻഡ് കള്ളി ഷാപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് നേരിട്ട് കാണാം. നമ്മുടെ എൻട്രൻസ് ഇതാണ്. വാ, നിങ്ങൾ കയറി വാ. നമുക്ക് ഒരു ദിവസം ഒന്ന് അടിച്ച് പൊളിക്കാം. അതായത് എല്ലാം സെപ്പറേറ്റ് ശരിയാക്കി വെച്ചൊക്കെയാണ്. ഫാമിലിക്ക് വേണ്ടി കഞ്ഞിയുണ്ട്, കപ്പയുണ്ട്, പിന്നെ ഓരോ ഫാമിലിക്ക് വന്നിരിക്കാനുള്ള ഓരോ സ്ഥലങ്ങളുണ്ട്. അതുമല്ലാതെ നമ്മൾ മേളിൽ നിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിമനോഹരമായിട്ടിട്ടേക്കുക. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഏതൊരു ഫംഗ്ഷൻ ആയാലും തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതൊക്കെ തുരുത്തുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അവിടെയൊക്കെ പോയി കാണണമെന്നുണ്ടെങ്കിൽ അവര് അതിൻ്റെതായ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് അതിമനോഹരമാണ്. നല്ല പ്രകൃതി ഭംഗിയാണ്. ഇന്നെന്തോ പരിപാടി? വലിയ മീനൊക്കെയാണല്ലോ. ഇവിടെ ദിവസേന ഓരോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇന്നൊരു ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഒരു 50 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മള് ഈ മീൻ കേരയാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിപ്പോ എടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ച് തന്നെ മുറിച്ച് എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ലൈവായിട്ട് ചെയ്തു കൊടുക്കും. അതെ അതെ, അങ്ങനെയാണ്. നേരത്തെ പറയണം, നേരത്തെ ബുക്ക് ചെയ്യണം. അതെ അതെ, നേരത്തെ ബുക്ക് ചെയ്യണം. അങ്ങനെയാണ്. അതെ അതെ. ഇന്ന് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി അവർ നേരത്തെ പറഞ്ഞിരുന്ന അഷ്ടമുടി കായലിലെ കക്ക അവർക്ക് വേണമെന്ന്. അപ്പൊ അതിനുവേണ്ടി ഫ്രഷ് കക്കയാണ് റെഡിയാക്കി വെച്ചേക്കുക. ഇനി ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ അവരുടെ ഇദ്ദേഹത്തിനും മുളക് പൊടിയും ഒക്കെ ഇട്ട് ചെയ്യും. ഇതെല്ലാം നല്ല കണ്ടൽക്കാടുകളാണ്. ഒരു വനത്തിൽ കയറിയ ഒരു പ്രകൃതിയാണ്. നല്ല തണുപ്പ്. പിന്നെ അതേപോലെ തന്നെ വീഡിയോകൾ എടുക്കാനും നമുക്ക് നല്ല സ്റ്റൈല് സ്ഥലമാണ്. സുന്ദരമായ ഒരു സ്ഥലമാണ്. ഒരു ദിവസം കണ്ടാൽ തീരാത്ത സ്ഥലങ്ങളാണ് ഉള്ളത്. കാരണം നാച്ചുറലായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഫുഡും ചെറിയ നല്ല നാടൻ കള്ളും ഒക്കെ രുചിച്ചറിഞ്ഞ് ഒരു ദിവസം ഫാമിലി ആയിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഇവരുടെ റിസോർട്ടിന്റെ വകയായിട്ട് തന്നെ ഉള്ളതാണ്. നമുക്കിത് വേണമെങ്കിൽ അവർ തരും. നമുക്ക് ഈ കായലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരാം. ഒന്നിലധികം വള്ളങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടം പോലൊക്കെ കൈകാര്യം ചെയ്യാവുന്നത്. അതായത് ഇത് റെസ്റ്റോറന്റ് മോൾ ഭാഗമാണ്. ഇത് താഴെ ഉണ്ട്. ചെറിയ ചെറിയ പാർട്ടി എന്നൊക്കെ പറയുന്നത് വൈകിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീടുകളൊക്കെ കാണാം. ഒരുപാട് വീടുകളാണ് ഈ ചുറ്റുവട്ടമുണ്ട്. 500-ൽ പരം വീടുകളുണ്ട്. ഒരു 3-4-5 ഐലൻഡ് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ റൗണ്ടിനുണ്ട്. അതുമൊക്കെ നമ്മൾ ഈ മേളി ഇരിക്കുമ്പോൾ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. അതായത് നമുക്ക് വെച്ച് തരുന്ന മീനെന്നൊക്കെ പറയുന്നുണ്ടോ, അവർ വളർത്തുന്ന മീനാ. നല്ല സുന്ദരമായ അഷ്ടമുടി കായലിലാണ്. നമുക്ക് അത് നേരെ മീനെ ഒന്ന് കാണാം. വരുന്നുണ്ട, എല്ലാവരും കൂടെ വരുന്നുണ്ട. കരിമീനും എല്ലാ മീനും ഉണ്ട്. അയ്യോ, എല്ലാ മീനും നമുക്ക് ഇവിടുന്ന് പിടിച്ചാണ് നമ്മൾ മറ്റേ ആ ഒരു കൂടെ കാണുന്നിടത്ത് ഇട്ട് നമുക്ക് തരുന്നത്. എന്ത് തല എങ്ങനെ മുറിക്കാതെ വെച്ചേക്കുന്നത്? അതായത് തല ഇവിടെ നമ്മള് ആളുകളുടെ ഇഷ്ടപ്രകാരം നെയ്മീന്റെയും കേരയുടെയും തലക്കറിയായി വെച്ച് കൊടുക്കും. ഇതുപോലെ തന്നെ തലക്കറിയായിട്ട് വെച്ച് നമ്മള് പ്ലേറ്റിൽ വെച്ച് പ്രസന്റ് ചെയ്യും. കണ്ടാൽ തന്നെ പേടിയാവുന്നല്ലോ. അപ്പൊ ഒരു ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ തലക്കറി നമ്മുടെ സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കും. ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് ഈ തലക്കറി. നമ്മുടെ നല്ല നാടൻ ചീനി കടുവ് പൊട്ടിച്ചത്, അതിനകത്ത് നല്ല മീൻകറിയെ കഴിച്ച് നല്ല തിക്കായ ഗ്രേവിയ, നല്ല ഏരിയ ആയിട്ടുണ്ട്. പിന്നെ ചീഞ്ഞിയുടെ കൂടെ തന്നെ നമുക്ക്
നല്ല പോർക്കുണ്ട്, നല്ല അടിപൊളിയായിട്ട് വറുത്ത പോർക്ക്, നല്ല ബീഫ്, നല്ല പെരട്ടിയ ബീഫാണ്. ബീഫ് പെരട്ടിയുണ്ട്. കാഷ്ടമുടി കായലിലെ കക്ക തോരൻ. അയ്യോ, എന്തായാലും വന്നതല്ലേ, ഇച്ചിരി കള്ളും ഇച്ചിരി ഫുഡ് ഒന്നും കഴിക്കാന്നുണ്ട്. കണ്ട നമ്മുടെ നാടൻ തെങ്ങിന്റെ കള്ള, നല്ല ഫ്രിഡ്ജ് വെച്ച് നല്ല തണുപ്പിച്ച് നമുക്ക് തരുന്നത്. അത് സുന്ദരമായ കള്ള, മായമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും രുചിച്ചറിയാവുന്ന. നല്ല ഒറിജിനൽ കള്ള. നമുക്കിന്ന് എന്തായാലും ഭാഗ്യമുണ്ട്, ഇവിടെ കായലിൽ നിന്ന് തന്നെ ചൂണ്ടയിട്ട് കിട്ടിയ ചെമ്പല്ലിയ കറി. നല്ല നാടൻ വെളിച്ചെണ്ണയില് നല്ല എരിവുമായിട്ട് അടിപൊളി. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ബീഫ് റോസ്റ്റ്, ഇതാണ്ട് പോർക്കായത്. അടിപൊളി. അത് കൂടാതെ തന്നെ നമുക്ക് വേണ്ട കക്കാത്തോരനുണ്ട്, കക്കാത്തോരനാക്കിയതോ ആണോ. നമ്മുടെ അഷ്ടമുടി കായലിലെ കക്ക ഫ്രഷായിട്ട് കൊണ്ടുവന്ന് അടത്ത് തയ്യാറാക്കി തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ സാധനമല്ല. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്ത് സുഖമായിട്ട് പോവാം. അതായത് നമ്മളിപ്പം ഇവിടുത്തെ എല്ലാ വിഷുവിനും എല്ലാം കണ്ട് ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി കറങ്ങാൻ പോവാ. അത് ഇവരുടെ ഈ ബോട്ട് തന്നെ. നമ്മൾ പറയുന്നിടത്ത് ഒന്ന് കൊണ്ടുപോയി നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. കാസ്കേഡ് ഐലൻഡിൽ വരാൻ താല്പര്യമുള്ളവർ കൊല്ലം കാവനാട് മുക്കാട് കടവിൽ വന്നിട്ട് ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി. അവർ വന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഊണിന് തോരൻ, അവിയല്, സാമ്പാർ, രസം, രസമില്ലെങ്കിൽ പുളിശ്ശേരി, എന്തെങ്കിലും അച്ചാർ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മുതൽ അങ്ങ് അറ്റം വരെയുള്ള ഫുഡ് നമുക്ക് എപ്പം വന്നാലും കിട്ടും. ഓക്കെ, രാത്രി 10 മണി വരെ. രാത്രി 10 മണി വരെ അല്ലേ? അതായത് നമുക്കിപ്പം ഫുഡും നാടൻ കള്ളും ഒക്കെ കിട്ടും. അല്ലാതെ ഫ്രഷ് ആയിട്ട് ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റം ജ്യൂസ് ആയിട്ടും ഉണ്ട്. പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുസംബി ഉണ്ട്, പിന്നെ ABC എന്ന് പറഞ്ഞൊരു ജ്യൂസ് ഉണ്ട്, പിന്നെ ആപ്പിൾ ജ്യൂസ് ഉണ്ട്, പിന്നെ മൊജിറ്റോയുടെ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. മൊജിറ്റോയുടെ ഇരിക്കുന്ന എല്ലാം, പിന്നെ ഷേക്കുകളുണ്ട്, പിന്നെ മിന്റ് ലൈം ഉണ്ട്, ലൈം ജ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്, സോഡ നാരങ്ങ എല്ലാം ഉണ്ട്. അപ്പൊ ഒന്നിനും ഒരു കുറവില്ല. ഇല്ല, ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡായാലും കള്ളായാലും ജ്യൂസായാലും എല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. എൻജോയ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഓക്കെ, നിങ്ങൾ ഒരു ദിവസം വാ, എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അതായത് നമ്മുടെ അഷ്ടമുടി കായലിലെ കൊഞ്ച്, കക്ക, കണവ, ഞണ്ട് എന്ന് വേണ്ട മത്സ്യങ്ങൾ എല്ലാം നാടൻ സാധനം നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും. പിന്നെ ഇറച്ചി നിങ്ങൾക്ക് ഏത് രൂപം വേണമെങ്കിലും ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് ശരിയാക്കി തരും. പിന്നെ രുചിച്ചറിയാനായിട്ട് നമ്മുടെ ഇവിടുന്ന് കിട്ടിയ തന്നെ നാടൻ കള്ള് നമുക്ക് രുചിച്ചറിയാം. അപ്പൊ എന്തുകൊണ്ടും നല്ല ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ അടിപൊളിയാ. നിങ്ങൾ വാ, നിങ്ങൾ നന്ന് നേരിട്ടൊന്ന് കാണും. എല്ലാവർക്കും ബൈ.